ഹലോ. അപ്പോൾ ഈ ചീനിച്ചട്ടി എടുത്തിട്ട് വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചിന്തിക്കേണ്ട കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു ഹെയർ ഓയിലിന് വേണ്ടി ഞാൻ സെറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ നല്ല സ്റ്റീലിൻ്റെ ഒരു ചീനിച്ചട്ടിയാണ്. സ്റ്റീൽ പാത്രം എടുത്താൽ മതി കേട്ടോ. അല്ലാതെ ഓടിൻ്റെയോ അല്ലെങ്കിൽ അലുമിനിയോ അങ്ങനെയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇങ്ങനൊരു ഹലോ. അപ്പോൾ ഇങ്ങനൊരു ചീനച്ചട്ടി എന്താ കാണിക്കുന്നതെന്ന് ചിന്തിക്കേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു ഹെയർ ഓയിൽ സെറ്റ് ചെയ്യുകയാണ് കേട്ടോ. എനിക്ക് നല്ല താരനവും മുടി കൊഴിച്ചിലോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ദന്തപാല എന്ന് പറഞ്ഞൊരു ഇലയുണ്ട് കേട്ടോ. അതെന്തായാലും നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊരു ഹെയർ ഓയിൽ ഞാൻ സെറ്റാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ടൊരു ചീനച്ചട്ടി, ഒരു സ്റ്റീലിൻ്റെ ചീനച്ചട്ടി, വേറെ ഒന്നും എടുക്കണ്ട. ഇരുമ്പിൻ്റെ എനിക്ക് കുഴപ്പമുണ്ടോ എന്നറിയത്തില്ല. ഓട്, പിച്ചള, പിന്നെ അങ്ങനെയുള്ളതൊന്നും എടുക്കില്ല കേട്ടോ. അലൂമിനിയം അതൊന്നും എടുക്കില്ല. അപ്പം ഇങ്ങനൊരു സ്റ്റീലിൻ്റെ എടുത്തിട്ട് ഞാൻ അതിലേക്ക് ഇല ഇട്ട് കൊടുക്കുകയാണ്. ഇന്നലെ നൈറ്റ് ഞാനിത് വെച്ച് കഴുകി ഉണക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം ഒന്ന് ജസ്റ്റ് മാറ്റിയിട്ട് അതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കീറി ഇടണം കേട്ടോ. കീറി ഇട്ടിട്ട് നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പം ഒരു വയലറ്റ് കളർ പോലെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്നലെ അങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടാണ് കേട്ടോ ഈ കളറ്. കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് എണ്ണ എടുക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ പറയാം. ഞാൻ ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുവാണ്. താരനും മുടി കൊഴിച്ചിലിനും എല്ലാ കാര്യത്തിനും, ചൊറിച്ചിൽ അങ്ങനെയുള്ള കാര്യത്തിനും എല്ലാം നല്ലതാണ്. പിന്നെ സോറിയാസോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കെല്ലാം നല്ലതെന്നാണ് പറയുന്നത്. എനിക്ക് നല്ല താരനും മുടി കൊഴിച്ചിലുമാണ് കേട്ടോ ഫുള്ള്. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്തായാലും ഞാനിത് ഫുൾ ഒഴിക്കുന്നുണ്ട്. ഞാൻ പാരച്യൂട്ടിൻ്റെയാണ് കേട്ടോ എടുക്കുന്നത്. സാധാ വെളിച്ചെണ്ണയിൽ എനിക്കൊരു വിശ്വാസക്കുറവാണ്. പിന്നെ നമ്മൾ ആട്ടിയെടുക്കുന്നതൊന്നും അല്ലല്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരു വിശ്വാസക്കുറവുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതാണ് എടുക്കുന്നത്. പിന്നെ ഇലയും എണ്ണയും ഒരേ അളവിലൊക്കെ എടുക്കണമെന്നാണ് കേട്ടോ പറയുന്നത്. എനിക്കിവിടെ ഓയിൽ ഇച്ചിരി കുറവാണെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, ഉണ്ട് ഓയിലുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല വെയിലത്താണ് കേട്ടോ വെച്ചിരിക്കേണ്ടത്. വെയിലത്ത് വെച്ച് ഒരു 7 days വെയിൽ കൊള്ളിച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു പർപ്പിളല്ല, ഈ ഒരു കളറുണ്ടല്ലോ, നല്ല റെഡ് കളറിലൊക്കെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ കറ ഫുള്ള് ആ എണ്ണയിൽ പിടിക്കും കേട്ടോ. എണ്ണയിൽ പിടിക്കുമ്പോൾ അതിന് നല്ല റെഡ് കളറായി മാറും. അങ്ങനെ അതിന് ശേഷം നമുക്ക് ഒരു ഉണങ്ങിയ ചില്ലുകുപ്പിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോട്ടിലാക്കി നമുക്ക് യൂസ് ചെയ്യാം. നമുക്കിത് വെയിലത്ത് വെക്കാം. നമുക്ക് വെയിൽ തേടി പോവാം. ഇവിടെ നല്ല വെയിലുണ്ട് കേട്ടോ. നമുക്കിവിടെ വെച്ച് കൊടുക്കാം. ഓക്കെ. ഇനി ഇത് ഇങ്ങനെ 7 days ഇങ്ങനെ വെയിൽ കൊള്ളിക്കണം കേട്ടോ. എന്നുവെച്ചാൽ ആ എണ്ണയുടെ കളറ് നന്നായിട്ട് ചേഞ്ച് ആവണം, റെഡ് കളർ ആവണം. അപ്പോൾ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കോൺഫിഡൻസ് അല്ലേ അധികമായിട്ട് വേണ്ടുന്നത്. അപ്പോൾ എൻ്റെ മുടിയൊക്കെ ഫുള്ള് പോയി കേട്ടോ. അപ്പം ഇത് ഒന്നുമില്ല ഇതിൽ. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. കുറേ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തായിരുന്നു കേട്ടോ. പക്ഷേ അതും പകുതി വെച്ച് ബ്രേക്കായി. എന്നോടൊന്ന് പോകണമെന്ന് കരുതി ഇരിക്കുമ്പോഴാണ് കേട്ടോ ഞാൻ ഇങ്ങനൊരു സാധനം കാണുന്നത്. നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു എന്തായാലും ആ ഒരു മരം. അപ്പം എന്തായാലും നമുക്ക് നോക്കാം സെറ്റ് ആവുമോ ഇല്ലയോ എന്നൊക്കെ. ടാറ്റാ.